സേവർക്കും ഡിഫെഡക്കിലേക്ക് സ്വാഗതം. നാളെ നമ്മളെ വീഡിയോ കിട്ടിയിട്ട് ഇപ്പൊ ക്ലാസ് ഒക്കെ തുടങ്ങി കുറെ എഴുതാനുണ്ട്. പിന്നെ അതെ പരീക്ഷയൊക്കെ അടുത്തോണ്ടിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഒട്ടും ടൈം കിട്ടുന്നില്ല കേട്ടോ. അതാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി ആണ്. ഒരു അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് എന്ന് വെച്ചാൽ സോൾഡറിംഗ് ഗണ്ണാണ്. സോൾഡറിംഗ് ആണ് സംഭവം, പക്ഷെ ഗണ്ണ് പോലെയാണ്. അതായത് നിങ്ങൾ ഗ്ലൂഗണ്ണൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു ഞെക്കാനൊക്കെ പറ്റിയ ഒരു പശയൊക്കെ പോകുന്ന സംഭവം. അതുപോലെ തന്നെ ഇതില് സ്വിച്ച് ഉണ്ട്. ഒരു ഗണ്ണ് രീതിക്കാണ് ഈ സാധനം ഇരിക്കുന്നത്. അതാണ് ഇതിന് മെയിൻ പ്രത്യേകത. അപ്പൊ ഗണ്ണ് പോലെയുള്ള സോൾഡറിംഗ് എന്നൊക്കെ നിങ്ങൾക്ക് വിചാരിക്കുന്നത് ഇത് കറക്റ്റ് ആയിട്ട് പിടിച്ച് സോൾഡർ ചെയ്യാൻ പറ്റുമോ? പിന്നെ എന്തിനാണ് ഇവിടെ സ്വിച്ച്? സാധാരണ സോൾഡർ സ്വിച്ചിന്റെ ഒരു ആവശ്യമില്ല, എന്തിനാണ് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തതെന്നൊക്കെയാണ്. അപ്പോൾ അതാണ് ഇതിന്റെ വെറൈറ്റി. ഗണ്ണ് പോലെ ഇരിക്കുന്നുണ്ട്, പിന്നെ ഒരു സ്വിച്ച് ഉണ്ട്. അത് എന്തിനാന്നൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. പിന്നെ ഇനിയിപ്പോൾ സമയം കിട്ടുമ്പോൾ ഞാൻ പതുക്കെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടാം. എന്തായാലും പരീക്ഷയൊക്കെയാണ്, അതുകൊണ്ടാണ് കുറച്ച് ഇടവേളൊക്കെ തന്നെ നമ്മൾ കുറെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടുണ്ടായിട്ടോ. അപ്പൊ മാക്സിമം തന്നെ സപ്പോർട്ട് ചെയ്യാന്ന് പറയണ്ട. എങ്ങനെ അടിപൊളി സോൾഡറിംഗ് ഉണ്ട്, അൺബോക്സിംഗ് എന്ന് പറയണ്ടേ, ഇതിന്റെ പ്രത്യേകതകളൊക്കെ അറിയണ്ടേ. നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സോൾഡറിംഗ് ആൻഡ് പെട്ടി തന്നെ അടിപൊളിയാണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പൊക്കെയാണ്. ഗൺ ടൈപ്പ് സോൾഡറിംഗ് ആൻഡ് ഡുവൽ വാട്ടേജ് എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടോ. ഈ പെട്ടി തന്നെ നല്ല വെറൈറ്റി ആണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പൊക്കെയാണ് ഈ പെട്ടിക്ക് വന്നേക്കണേ. ഈ സോൾഡറിംഗ് ആണും ആണ്. പിന്നെ ഒരു ഗ്ലൂ ഗൺ, ഒരു ഗണ്ണൊക്കെ ടൈപ്പ് പോലെയാണ് ഇതിന്റെ ഷേപ്പ് വരുന്നത്. ഇത് നമ്മൾ വാങ്ങിച്ച ഓൺലൈനായിട്ട് തോമസ് ഇലക്ട്രോണിക്സിൽ നിന്നാണ്. അവർക്ക് അല്ലാണ്ടും കടയുണ്ട്, എറണാകുളത്താണ് അവരുടെ കട. അവരെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസിന് ഞാൻ ഈ സോൾഡറിംഗ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് നമ്പർ കിട്ടും. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. ഈ സോൾഡറിംഗ് വന്നപ്പോൾ തന്നെ ഒരു റിവ്യൂ അല്ല, ഞാൻ കുറെ നാൾ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമുള്ള ഒരു റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് ഈ പെട്ടിയും വരുന്നത്. പിന്നെ ഇതിന്റെ ടെമ്പറേച്ചറും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടോ. ഇനി നമുക്ക് നേരെ സോൾഡറിംഗ് ഐണിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സോൾഡറിംഗ് ഐൺ. ഒരു മഞ്ഞ കളർ സോൾഡ്രോൺ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടോ. അപ്പൊ ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ച ഒരു നോർമൽ സോൾഡറിംഗ് ഐണും നമ്മുടെ സോൾഡ്രോൺ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതും സോൾഡ്രോൺ ആണ്. സോൾഡ്രോൺ നല്ല അടിപൊളി ബ്രാൻഡാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള രണ്ട് സോൾഡറിംഗ് ഐണും സോൾഡ്രോൺ തന്നെയാണ് കേട്ടോ. എന്റെ കയ്യിൽ ഇപ്പോഴുള്ള സോൾഡറിംഗ് ഐൺ ഒരു ഗണ്ണ് ടൈപ്പ് സോൾഡറിംഗ് ആണ്. എനിക്ക് അതാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമായത്. നമ്മൾ ഈ സോൾഡറിംഗ് ഫസ്റ്റ് ടൈം പിടിക്കുമ്പോൾ കുറച്ച് പ്രശ്നമൊക്കെ തോന്നും, പക്ഷെ പിടിച്ച് അങ്ങനെ ശീലമായി. ഞാനിത് 1-2 ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ സംഭവം എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി. ഈ സോൾഡറിംഗ് നമ്മുടെ നോർമൽ സോൾഡറിംഗിനേക്കാളും നല്ല ഗ്രിപ്പ് എനിക്ക് തോന്നിയിട്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം, നല്ല അടിപൊളി ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ കുലിക്കൊക്കെ നോക്കുകയാണ് തേങ്ങയൊക്കെ പോലെ. പിടിച്ച് സോൾഡർ ചെയ്യുന്ന കാര്യത്തിലാണ് നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രിപ്പും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. സൂപ്പറായിട്ട് നമുക്ക് സോൾഡർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ സോൾഡർ ചെയ്യാൻ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല അടിപൊളി ലൈറ്റ് വെയിറ്റും ആണ്. സൂപ്പറായിട്ട് സോൾഡറിങ് ചെയ്യാൻ പറ്റും. നല്ല പവറേഷ് സോൾഡറിംഗ് ആണ്. പിന്നെ ഫ്രണ്ട്സ്, ഇനി വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഉപയോഗിച്ച നോർമൽ സോൾഡറിംഗ് ഗൺ 25 വാട്ടാണ്. നമ്മുടെ കയ്യിലുള്ള ഇപ്പൊ സോൾഡറിംഗ് ഗൺ ഇത് 25 വാട്ടും 50 വാട്ടും രണ്ടും ഇതിലുണ്ട്. 2-in-1 ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ നമ്മുടെ നേരത്തെയുള്ള സോൾഡറിംഗ് ഗൺ 25 മാത്രമേ എഴുതിയുള്ളൂ. ഇവിടെ 25ഉം 50ഉം കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ രണ്ട് സോൾഡറിംഗ് ഗണ്ണിന്റെ ഉപയോഗം ഒരെണ്ണത്തിൽ തന്നെ നടക്കും. പിന്നെ ഞാൻ കുറേ സോൾഡറിംഗ് ഗണ്ണൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഈ സോൾഡറിംഗ് ഗണ്ണാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. ഇതിന്റെ കൂടെ വന്ന ടിപ്പ് നമ്മുടെ സൂചിയൊക്കെ പോലെ കൂർത്തിരിക്കുന്ന ടിപ്പായിരുന്നു കേട്ടോ. ഈ ടിപ്പ് സംഭവം സൂപ്പറാണ്. കുഞ്ഞു സാധനങ്ങൾ നല്ല അടിപൊളിയായിട്ട് സോൾഡർ ചെയ്യാം. പക്ഷെ ഞാൻ ഈ ടിപ്പ് മാറ്റി വേറൊരു ടിപ്പ് ഇട്ടു. കാരണം എന്ന് വെച്ചാൽ ഇതെനിക്ക് ഉപയോഗിച്ച് അധികം ചെയ്യില്ല. ഈ ടിപ്പായാലും ആ ടിപ്പായാലും അടിപൊളിയായിട്ട് തന്നെ സോൾഡർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ എന്തായാലും എൻ്റെ പഴയൊരു ടിപ്പ് ഉണ്ടായി, അത് ഇട്ടുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ കാണുന്ന ടിപ്പ് പോലത്തെ ഒരു ടിപ്പാണ് ഞാൻ എടുത്തിട്ടത്. എന്റെ പഴയ സോൾഡറിംഗ് ഗണ്ണുണ്ടായ ടിപ്പ് എടുത്താണ് ഇങ്ങോട്ട് മാറ്റിയിട്ടത് കേട്ടോ. ഞാൻ ടിപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റും. ടിപ്പൊക്കെ ഊരി മാറ്റാൻ സിമ്പിളാണ്. ജസ്റ്റ് എവിടുന്നൂര് എവിടെ ഇടാം. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ടിപ്പ് ഊരി മാറ്റും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ സോൾഡറിംഗ് ഗണ്ണിന്റെ അടിയിലായിട്ട് പ്രസ് മാക്സിമം 60 സെക്കൻഡ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സോൾഡറിംഗ് ഗൺ 50 വാട്ടിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പൊ അങ്ങനെ മാറ്റുകയാണെങ്കിൽ മാക്സിമം 1 മിനിറ്റ് ഞെക്കി പിടിക്കുക. അതിനുശേഷം നിങ്ങൾ കുറച്ചു നേരം വിടുക, എന്നിട്ട് വീണ്ടും ഞെക്കി പിടിക്കുക. അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞെക്കി പിടിക്കരുത്. അതാണ് അവിടെ അങ്ങനെ എഴുതിയേക്കുന്നത്. നമ്മുടെ ഗ്ലൂ ഗണ്ണിന്റെ ഒക്കെ ഇതുപോലത്തെ പിടിയുടെ ഭാഗത്ത് ഇതുപോലെ ഞെക്കണ സംഭവം വരെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതുപോലെ തന്നെ ഇത്തിരി വ്യത്യാസമുള്ളൂ. നമ്മുടെ സോൾഡറിംഗ് ഗണ്ണിന്റെ ഈ ഒരു പിടിയുടെ ഭാഗത്തൊരു സ്വിച്ച് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾ കാണുന്ന സ്ഥലത്താണ് സ്വിച്ച് വരുന്നത്. നമ്മൾ പിടിക്കുമ്പോൾ ഈസി ആയിട്ട് ഞെക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഇവർ സ്വിച്ച് വെച്ചേക്കുന്നത്. സോൾഡറൊക്കെ ചെയ്യാനായിട്ട് നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട് നമുക്ക് ഈ സോൾഡറിംഗ് ഗണ്ണിൽ. നമ്മുടെ പഴയ സോൾഡറിംഗ് ഗണ്ണാണെങ്കിൽ ആ ഒരു വയറിന്റെ വെയിറ്റ് അടിയിലേക്ക് വരും. പക്ഷെ നമ്മുടെ ഈ സോൾഡറിംഗ് ഗണ്ണിന്റെ വയർ നേരെ നമ്മുടെ പിടിയുടെ അടിയിലേക്ക് ആയതുകൊണ്ട് ആ ഒരു വയറിന്റെ ഫീലും വരില്ല. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് സോൾഡർ ചെയ്യാം. നമ്മുടെ സോൾഡറിംഗ് ഗണ്ണ് ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ വയറിന്റെ വെയിറ്റ് നമ്മുടെ കൈമ ഇങ്ങനെ വരണ പോലെ തോന്നുന്നില്ല. ഇനി നമ്മൾ എന്തിനാണ് ഈ സ്വിച്ച് എന്ന് പറഞ്ഞുതരാം. അതായത് ഇതൊരു 25 വാട്ടും 50 വാട്ടും രണ്ടും ഉണ്ട് നമ്മുടെ സോൾഡറിംഗ് ഗണ്ണിൽ. നമ്മൾ നോർമലായിട്ട് പ്ലഗ് കറന്റ് കുത്തി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ സോൾഡറിംഗ് ഗൺ പോലെ 25 വാട്ടിലേക്ക് നമ്മുടെ സോൾഡറിംഗ് ഗൺ പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് 50 വാട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ ഒരു സ്വിച്ച് വരുന്നത്. അപ്പോൾ നോർമലായിട്ട് കറന്റ് കുത്തി 25 വാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ നേരെ സോൾഡറിംഗ് ഗൺ ഒരു ബൂസ്റ്റ് വഴി 50 വാട്ടിലേക്ക് മാറും. എന്തിനാണ് അങ്ങനെ 50 വാട്ടിലേക്ക് മാറണേന്ന് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് 25 വാട്ടി കുഞ്ഞു സാധനങ്ങൾ സോൾഡർ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് സോൾഡർ ചെയ്യണോ അല്ലെങ്കിൽ
വലിയൊരു വയർ വല്ല സോൾഡർ ചെയ്യാൻ വരികയാണെങ്കിൽ നമ്മൾ ആ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പീഡിലും നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സോൾഡർ ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മൾ നോർമലായിട്ടാണ് സോൾഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് വെക്കേണ്ട ഒരു കാര്യമില്ല. കുറച്ച് വലിയ വർക്കുകളൊക്കെ വന്നാൽ മാത്രം ആ സ്വിച്ച് വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും സോൾഡർ ചെയ്യാൻ അടിപൊളിയായിട്ട് സോൾഡറിംഗ് ഒക്കെ പിടിപ്പിക്കാനൊക്കെ സൂപ്പറായിട്ട് തന്നെ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ സ്വിച്ച് ഞെക്കി പഠിച്ചിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ കുഞ്ഞു വർക്കുകളാണ്. വലിയ വർക്ക് വരുമ്പോൾ മാത്രം ഞെക്കിയാൽ മതി. നമുക്ക് ചെറിയ ലൈറ്റോ ചെറിയ മോട്ടറൊക്കെ സോൾഡർ ചെയ്യണമെങ്കിൽ ഞെക്കാണ്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ സൂപ്പറായിട്ട് സോൾഡർ ചെയ്യാം. നമ്മുടെ സോൾഡറിംഗ് 2-in-1 സോൾഡറിംഗ് ആണ് കേട്ടോ. 2 സോൾഡറിംഗ് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ഒറ്റ സോൾഡറിംഗ് വെച്ച് നമ്മൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് സോൾഡർ ചെയ്യാൻ പിടിപ്പിക്കാനും സോൾഡർ ചെയ്യാനൊക്കെ സൂപ്പറായിട്ട് തന്നെ പറ്റുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് ഞാനിവിടെ എടുത്തേക്കണ നോർമൽ വയറിനേക്കാളും കുറച്ചുകൂടി വലിയൊരു കമ്പിയാണ്. സാധാ സാധനങ്ങൾ സോൾഡർ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇതുപോലത്തെ കുറച്ചുകൂടി വലിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആ സ്വിച്ച് ഞെക്കാം. ഇതിപ്പോൾ അത്ര വലിയ കമ്പിയൊന്നല്ല, എന്നാലും നോർമൽ വയറിനേക്കാളും കുറച്ചുകൂടി ശക്തിയും കട്ടിയൊക്കെ കൂടുതലാണ്. അപ്പൊ ചെറിയ വർക്കിന്റെ ഇടയിൽ പെട്ടെന്ന് വലിയ വർക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ് നമ്മുടെ സോൾഡറിംഗ് ഞാൻ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചെന്ന് നോക്കുക. എങ്ങനെയുണ്ടായി നമ്മുടെ സോൾഡറിംഗ് ഗണ്ണിന്റെ അൺബോക്സിങ്. നമ്മളിത് തോംസൺ ഇലക്ട്രോണിക്സിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പോയി വാങ്ങാം. 450 രൂപയാണ് ഞങ്ങൾ വാങ്ങിച്ച പിന്നെ ചെലവ് വന്നത്. സംഭവം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. കുറെ വർഷം താഴ്ത്തൊക്കെ വീണു, അതിനൊന്നും പറ്റിയൊന്നുമില്ല. നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടക്കുന്നുണ്ട്, ഒന്ന് പോയി നോക്കാൻ. നല്ല അടിപൊളി സോൾഡറിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുള്ള അടിപൊളി അൺബോക്സിംഗ് മാത്രമല്ല ടെക് DIY ഒക്കെ വരുന്നുണ്ട്. നമുക്കിപ്പോൾ പരീക്ഷയൊക്കെ ആയതുകൊണ്ടാണ്. അതൊക്കെ വരണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ച് തകർക്കുക. ഇതുള്ള അടിപൊളി ടെക് DIY വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ വന്ന പ്രതീക്ഷയിൽ ദേവനാരായൺ സൈനിങ് ഔട്ട്.